ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ആ പട്ടരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നേ പറ്റൂ. അയാൾ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതൊക്കെ സാറ് വെറുതെ പറയുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. 3 ദിവസത്തിനുള്ളിൽ പട്ടരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിൽ ഞാൻ സസ്പെൻഷനിലാവും. സാറ് സമാധാനായിട്ടിരിക്കൂ. എല്ലാറ്റിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. ഞാൻ സംസാരിക്കാം. സാർ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ ആകെ കുളമാകും. ഞാൻ തന്നെ ഒരു മയത്ത് സംസാരിച്ച് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ? മോനെ മോനെ, നീ എന്നോട് മാത്രം സത്യം പറ. ആ പട്ടണ എവിടെയുള്ളത് എന്നിട്ട് ഞാൻ ബാക്കി എല്ലാവരോടും പറഞ്ഞോളാം. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന് അവരുടെ സീക്രട്സ് അങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ പ്രൊഫഷന്റെ പോളിസി അതാണ്. ആ പട്ടര് സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്ന് റോണിക്ക് വിവരം കിട്ടിയല്ലോ. ആ വിവരമാണല്ലോ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചത്. പട്ടരുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന കള്ള അഡ്രസ് ആയിരുന്നു. അയാൾ എവിടെയാണെന്നുള്ള വിവരം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോണിയെ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. പട്ടരെ കാണിച്ചു കൊടുത്തോടി എന്റെ ജോലി കഴിഞ്ഞു. കസ്റ്റംസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത് എന്റെ കുഴപ്പം കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ പട്ടരുടെ വീട് എവിടെയാണ്, അയാൾ ആരെ ഏജന്റാണ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ കിട്ടിയ ആ പാവം മാനസികമായിട്ട് തളർന്നിരിക്കണം. മോനെ, അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഞാനൊരു പുതിയ കേസ് അന്വേഷണത്തിലാണ്. അതിനിടയിൽ ഇതുകൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ താനല്ലാതെ വേറെ ആര് കണ്ടുപിടിച്ചിരാനാ? തന്റെ കുളമാക്കരുത്. ഞങ്ങൾ മാന്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ജോലി തെറിക്കുന്ന പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റൂ. എല്ലാവരും സാറിന് ഞങ്ങൾ വിടില്ല. ലുക്കുണ്ടല്ലേ രക്ഷപ്പെടാൻ എന്റെ വഴി പറയാം. പട്ടരിപ്പ ആരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മാത്രം പറയാം. ആ കാണുന്ന 6-6 അടി പൊക്കമുള്ള ആ താടിക്കാരനില്ലേ, അയാളെ കസ്റ്റഡിയിലുണ്ട്. ആദ്യം ചോദിക്കുമ്പം ഏത് പട്ടര് എന്ത് പട്ടര് എന്നൊക്കെ പറയും. കാര്യമാക്കരുത്. മുറുകെ പിടിച്ചാൽ മണി പോലെ രഹസ്യങ്ങൾ പുറത്തു വരും. മണി പോലെ ഞങ്ങൾ പറയിപ്പിക്കും. ആ താടിക്കാരൻ ആരാണാവോ? എന്തൊക്കെ സംഭവിക്കും? ഇവിടെ നിന്നാൽ ശരിയാവില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ നീ ആരെ കാണിച്ചു കൊടുത്തേ? അവിടെ നിന്ന് ഏതോ ഒരുത്തനെ. ഒരു വില്ലന്റെ ലുക്കുണ്ട്, ഒരു അധോലോക എഫക്ട്. എന്നിട്ട് അവർ വിശ്വസിച്ചു. അവനെ കണ്ടാൽ ആരും വിശ്വസിക്കും. അവര് 3 പേരും കൂടെ അവന്റെ പുറകെ പോയി. ഉഴപ്പാവോളിയാ. അതിനു മുമ്പ് തടിയും കൊണ്ട് ഞാനിഞ്ഞു പോന്നില്ലേ. അവസാനം സത്യാവസ്ഥ അറിയുമ്പോ നമുക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ പോവൂ. അത് അപ്പോഴല്ലേ. ആ ടൈമിന് അതനുസരിച്ചുള്ള നമ്പറുകൾ ഞാനിടും. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കാണിച്ചു തന്നെ ആ തടിയന്റെ കാറ് കിടക്കുന്നുണ്ടോ? ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. എന്ത് ഇറങ്ങി, ഞാൻ പറഞ്ഞു. എന്താ കാര്യം? ആ സാർ ഇവിടെ നിന്നോളൂ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാനും അരവിന്ദാക്ഷൻ സാറും ഇവിടെ നിന്ന് വാച്ച് ചെയ്തോളാം. നീ അകത്ത് പോയി നോക്കിയിട്ട്. ഞാനോ? എവിടെയും നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറാൻ നീയാണ് മിടുക്കൻ. അരവിന്ദാക്ഷൻ സാറിന്റെ പട്ടരെ കുറിച്ചുള്ള വിവരം അറിയാം. തനിക്ക് സെൻസേഷൻ ന്യൂസ്. ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി എനിക്ക് എന്ത് കാര്യം? കള്ളക്കടത്തുകാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയാൽ കേരള ജനത നാളെ ഉണരുന്നത് പടവാളിന്റെ സെൻസേഷൻ ന്യൂസ് കേട്ടായി. ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് വിക്രമന്റെ വീരശൂര പരാക്രമങ്ങൾ. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ കള്ളക്കടത്ത് കേന്ദ്രം പിടിച്ചു. അതും നിന്റെ സഹായത്തോടെ. നിന്റെ കളർ ഫോട്ടോ ഫ്രണ്ട് പേജിൽ പടവാളിന്റെ. ധൈര്യമായിട്ട് പോകും. ധൈര്യം പുരുഷ ലക്ഷണം. അവൻ അകത്ത് കടന്നിരിക്കുന്നു. ഞാൻ കണ്ടു. ഇല്ലേ? ഓക്കെ. അവിടെ കാര്യമായിട്ട് എന്തോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വീട്ടിൽ പോയിട്ട് ഡിസ്കഷൻ നടത്താം. ഒരു 50 rupees ഉണ്ട് കൺവീനിയൻസ് ആയിട്ട്. നീ ആരാ? എന്റെ പേര് വിക്രമൻ. ഹോട്ടൽ സീ വേവ്സിൽ റിസപ്ഷനിസ്റ്റ്. താനെന്തിന് ഇവിടെ വന്നു? കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷനോട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞു
നിങ്ങൾ കള്ളക്കടത്തുകാരാണെന്ന്. ഏത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറയടാ. റോണി, എന്നിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് catch him first. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഇതായിരിക്കും അയ്യോ, What happened? നീ ജീവനോട് വന്നോ? Cool down, cool down. നിന്റെ ശവം തന്ത്രപൂർവ്വം ഇവിടെ എങ്ങനെ എത്തിക്കുമെന്ന് ഞാനും സാറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ സാറേ? അല്ലേ? Cool down, cool down. അവർ നിന്നെ ശരിക്കും തല്ലിയോ വിക്രമ? ഉണ്ടാവും സാർ, ഉണ്ടാവും. പിന്നെ മാനമര്യാദ കഴിഞ്ഞവരെ കള്ളക്കടത്തുകാരാന്ന് പറഞ്ഞ ആരെങ്കിലും വെറുതെ വിടുവോ? അവര് കള്ളക്കടത്തുകാർ തന്നെയാ. അവര് കള്ളക്കടത്തുകാരായിരുന്നെങ്കിൽ പണ്ട് എന്നെ തല്ലിക്കൊന്ന് കടലിലെറിഞ്ഞേനെ. അവര് ഡീസന്റ് വർക്കീസാ. എന്നിട്ടും തന്നെയോ? അത് തന്നെ ഡീസന്റ് എന്ന് പറഞ്ഞത്. എന്റെ വാച്ചൊന്നും അവര് ഊരി എടുത്തില്ലല്ലോ. നമ്മളെ ഇവിടെ വന്ന് ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2-3 പേർ അവിടെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ സംശയം ബാക്കിയുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പോയിട്ട് അവിടെ അന്വേഷിച്ചാൽ മതി. എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. പാവം, നല്ല ക്ഷീണം കാണും. കുറച്ച് കുഴമ്പ് വാങ്ങി കടയിൽ കൊടുക്കട്ടെ. ഒരു 50 രൂപയുണ്ട് കൺവെൻസ്. കുഴമ്പിനാ. കസ്റ്റംസിലും നാറികളുണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാ. കഷ്ടം. ഇവന്മാരെന്തിനാ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു? വശപ്പശകായോന്നൊരു സംശയം. സംശയിക്കണ്ട, വശപ്പശക് തന്നെ. നീ റിവേഴ്സ് എടു. നിനക്ക് ആനക്കുട്ടിയായിട്ട് എന്തോടെ പ്രശ്നം? ഞാനുമായിട്ടെന്തോ പ്രശ്നം? പിന്നെന്തിനാ നമ്മളെ അടിച്ചത്? എനിക്കെങ്ങനെ അറിയാം? ചിലപ്പോ ആള് മാറി അടിച്ചതായിരിക്കും. എന്റെ ബലമായ സംശയം ഇവന്മാരാള് മാറി അടിച്ചത് തന്നെ. ഡിറ്റക്റ്റീവ് മാത്രമല്ല, അവരുടെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേർ, അവർ 2 പേർ. എന്തു പറ്റിയടാ? കമോൺ ടെൽ മീ. അവര് 18 അടവുകളും പയറ്റി തെളിഞ്ഞവരാന്നാ തോന്നുന്നത്. നാടൻ അടവുകൾക്ക് പുറമെ കറാറ്റെ, കുങ്ഫു, ജൂഡോ എന്ന് വേണ്ട വേറെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയാവുന്നവരവര്. നിന്റെ കയ്യിൽ ഒതുങ്ങിയില്ലല്ലേ? സാരമില്ല, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്റെ ഫ്രണ്ടിന്റെ വീട് തന്നെയല്ലേ? എന്താന്ന് വെച്ചാ വേഗം വേണം. കോളേജിൽ പോയാൽ നോട്ട് എഴുതത്തില്ല. നിന്നെയൊക്കെ കോളേജിൽ അയച്ച് എന്നെ പറഞ്ഞാ മതി. ഇത് സ്വാതി, ഇതെന്റെ അച്ഛൻ റോണിച്ചൻ. ഹലോ. എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്.
ദേ അച്ഛാ കൂടുതൽ പോസ് കാണിക്കാതെ വരണം വരണം ഓക്കെ. സ്വാതി നിന്റെ കെമിസ്ട്രി നോട്ട്സും തരണേ ഇരിക്കൂ ഞാൻ അച്ഛനെ വിളിക്കാം ശരി. പടി കുട്ടിക്കാലം മുതലേ അനന്തു മിടുക്കനായിരുന്നു. നിത്യവൃത്തിക്ക് വകയില്ലാതിരുന്നിട്ടും അവനെ ഞാൻ പഠിപ്പിച്ചു. സത്യസന്ധനും ധീരനുമായ ഒരു കസ്റ്റംസ് ഓഫീസർ എന്നവൻ പേരെടുത്തപ്പോൾ ഞാൻ സന്തോഷിച്ചു. കള്ളക്കടത്തുകാർക്ക് അവനൊരു പേടിസ്വപ്നമായി മാറി. അവനെ ഒതുക്കാൻ വേണ്ടി അവർ എന്റെ മകളുടെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു. വിധവയായ പെങ്ങളെ കണ്ടപ്പോൾ അവൻ തളർന്നില്ല. കള്ളക്കടത്തുകാരോടുള്ള വാശിയും വൈരാഗ്യവും വർദ്ധിച്ചതേയുള്ളൂ. ഒരു ദിവസം ഓഫീസിലേക്ക് പോയി അവൻ മടങ്ങി വന്നില്ല. പല അന്വേഷണങ്ങളും നടത്തിയെങ്കിലും എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും ഒരറിവുമില്ല. ജീവിക്കാൻ മാർഗമില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് ബ്രിട്ടോയെ ഞാൻ പരിചയപ്പെട്ടത്. കള്ളക്കടത്തുകാരുടെ തടവിലകപ്പെട്ട അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തപ്പോൾ എന്റെ കുടുംബത്തിലെ പട്ടിണിയും കഷ്ടപ്പാടുമോർത്ത് അയാൾക്ക് വേണ്ടി കള്ളക്കടത്ത് നടത്താനും ഞാൻ തയ്യാറായി. പലപ്പോഴും എല്ലാവർക്കും വിഷം കലർത്തി കൊടുത്ത് ഒപ്പം ഞാനും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കരുതും അവൻ മടങ്ങി വരുമ്പോൾ ഞങ്ങളെ കാണാതെ വിഷമിക്കില്ലേ എന്ന്. ഞങ്ങളുടെ അനന്ത് വരും എന്നെങ്കിലും. അവൻ വരില്ലേ മോനെ? വരും, തീർച്ചയായും വരും. ആ പട്ടരുടെ കുടുംബത്തിന്റെ വേദനയും സങ്കടമൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അറിയാതെ ആണെങ്കിലും ഞാൻ ഒറ്റ കൊടുത്തോണ്ട് അയാളെ പിടിച്ചത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. എന്നാലും എന്റെ മനസ്സിനൊരു കളയളിയ കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അയാളെ അയാളുടെ കുടുംബത്തെയും സഹായിക്കാം നമുക്കാവുന്ന വിധത്തിൽ. അതുപോട്ടെ, ഇന്ന് വൈകിട്ട് അലക്സിന്റെ സാധനം അരുമല ചെക്ക് പോസ്റ്റ് കടത്തി കൊടുക്കാൻ നീ ഏറ്റാ. ഓപ്പറേഷൻ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു വിഡി കസ്റ്റംസ് ഓഫീസർ നമ്മുടെ കസ്റ്റഡിയിലില്ലേ? അദ്ദേഹത്തിന്റെ സേവനം ഇക്കാര്യത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. ഡിറ്റക്റ്റീവ് ആ പട്ടരുടെ വീട് വരെ എത്തിക്കഴിഞ്ഞു. ഏത് നിമിഷവും ഇവിടെ ഒരു റെയ്ഡ് പ്രതീക്ഷിക്കാം. ഇനി ഇവിടെ നമ്മൾ തങ്ങുന്നത് അപകടമാണ്. സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. കറക്റ്റ്. നമുക്കെല്ലാം അപ്പാജിയുടെ ഇവിടെയുള്ള ബംഗ്ലാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിന് വഴിയിലുള്ള ചെക്ക് പോസ്റ്റ് കടന്നു പോകണ്ടേ? വേണം. അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് താൻ ചെയ്യണം. അയ്യോ, ഞാനോ? പിന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എയർപോർട്ട് ഡ്യൂട്ടിയിലുള്ള ഞാൻ എങ്ങനെയാ ചെക്ക് പോസ്റ്റ് പോയി നിൽക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ സാധനം കൊണ്ട് തുലച്ചത് താനല്ലടോ. അതുകൊണ്ട് ഈ ഡ്യൂട്ടി താൻ തന്നെ ചെയ്യണം. യു ഹാവ് ടു ഡു ഇറ്റ്. ഇറ്റ്സ് എ മസ്റ്റ്.